കണ്ണാലെ ഇരിക്കാതെ നീ എന്നെ ഇല്ലാതെ ഇരിക്കാതെ ഇരിക്കാതെ നീ എന്നെ മക്കളെ കണ്ണാലെ ഇരിക്കാതെ നീ എന്നെ ഇല്ലാതെ ഇരിക്കാതെ ഇരിക്കാതെ നീ കണ്ണു കണ്ടു കാത്തിരുന്നു മണ്ണിലൊരു വൈതലിന കാതോട് കാതോരം കേട്ടിരുന്നു ദൈവദുഃഖം പിറക്കും കാതോട് കാതോരം കേട്ടിരുന്നു ദൈവദുഃഖം പിറക്കും കാതോട് കാതോരം കേട്ടിരുന്നു ദൈവദുഃഖം പിറക്കും. കാക്കാച്ചി നീ പടക്കം മേടിക്കാൻ പോയതാണോ പടക്കം ഉണ്ടാക്കാൻ പോയതാണോ? ഒന്ന് മുന്നോട്ട് നീങ്ങണ്ട നല്ല പടക്കം കിട്ടും. എടാ നമ്മുടെ ഏരിയ അടുക്കാറായി അവിടെ പടക്കം പൊട്ടിച്ച സീനാവേ. ഈ ക്യൂ ആമ നീങ്ങുമ്പോൾ നീങ്ങുന്നത് ഞാൻ എന്ത് ചെയ്യാനാ? നമ്മുടെ ഏരിയ എടുക്കാറായി പടക്കം കിട്ടില്ല സീൻ ഉണ്ടാക്കും. നീ ഉണ്ടാക്കും. ഞാൻ വിഷയം ഉണ്ടാക്കുമെന്ന്. നീ എന്താ ചെയ്യടാ? എന്താണ് ബഹളം? ഒന്നാമതെ ഗോവിന്ദൻ ഇളകി നിൽക്കുക. നീ എത്ര പെട്ടെന്ന് പടക്കം മേടിച്ചു പോവാ? നമ്മുടെ ഏരിയ എടുക്കാറാണോ? ആ വാ ഇങ്ങോട്ട്. അണ്ണാ നേരത്തെ വീട്ടിൽ പോകണമായിരുന്നു, അമ്മ ഇത്തിരി സീന. എടാ അങ്ങനെയാണ്, ഇനിയും വീട്ടിൽ വരെ പോകണമായിരുന്നു, കുറച്ച് വർക്കുണ്ട്. എടാ രണ്ടു പേരെ പൊറോട്ട കട്ടെ. പൊറോട്ട വേണേ നിക്കാം. അല്ല വേണ്ട വേണ്ട, നീ പൊക്കോ പൊക്കോ. നീ വീട്ടിൽ പോ വീട്ടിൽ പോ വീട്ടിൽ പോ. പൊറോട്ട വേണേ നിക്കാം. അത് വേണ്ട, വീട്ടിൽ പോകടാ. ഞാൻ ഈ ക്ലബിന്റെ സെക്രട്ടറി. എന്താണ് നിന്റെ പ്രശ്നം? എനിക്ക് തൊഴിൽ ഇഷ്ടപ്പെടുന്നില്ല. നിന്റെ പ്രശ്നം എന്തുവാ? എന്റെ പ്രശ്നം പിന്നെ എനിക്ക് കാരണം ഇഷ്ടമല്ലാതെ എനിക്ക് മാത്രമൊന്നും പറ്റത്തില്ല. നീ ചുമ്മാ ക്ലബിന്റെ സെക്രട്ടറി എനിക്ക് പറ്റത്തില്ല. എനിക്ക് പറ്റത്തില്ല. ഞാൻ വരുന്നില്ല. പിന്നെ അവന്റെ അമ്മയിക്കുന്നത്. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നിനക്ക് ആവാൻ പറ്റത്തില്ലെങ്കിൽ അതങ്ങ് അഴിച്ചു കൊടുത്തേ. ഷട്ടിയോ? അപ്പൊ നീ അമ്മച്ചിയുടെ മുമ്പിൽ കിടന്ന് തുള്ളിയത് ഷട്ടി ഇടാതാണോ? 500 രൂപ തരുകയും ചെയ്തല്ലോ. നിനക്ക് പറയാം. ഇന്ന് തന്നെ ഞാൻ ഫാദർ ആയിക്കോളാം. സെക്രട്ടറി പറഞ്ഞോണ്ട് ഇന്ന് ഞാൻ ഫാദർ ആയിക്കോളാം. നാളെ എന്നോടൊന്നും പറ്റത്തില്ല. സെക്രട്ടറി ഇങ്ങനെ നിന്നാ മതി, അടുത്ത വീട് കയറണ്ടേ? അപ്പൊ പ്രശ്നമൊന്നുമില്ല. വാ, നമുക്ക് എല്ലാവർക്കും അപ്പുറത്തെ വീട്ടിലോട്ട് പോവാം. പാപ്പാനി ഒത്തിരി തുറന്നുണ്ട. ഞാനൊന്നുമില്ല, അതാണ് അവരുടെ വീടാ. സ്വന്തം വീട്ടിൽ പാടും വേണം, 5 പൈസ തരത്തി നീയൊക്കെ പോയാ മതി. നീക്കൊന്നും വന്നില്ലടാ നേരത്തെ. ഞങ്ങളിപ്പോ ഇറങ്ങിയേ ഉള്ളൂ. എന്നെ മനസ്സിലായില്ലേ? നീ പിള്ളേരൊന്നും അറിയത്തില്ലല്ലോ. ഇപ്പൊ എവിടെ ഉള്ള നിന്നെപ്പോലെ ഉടായ്പകളെ ഞാൻ ഒരുപാട് നടത്തിട്ടുണ്ട്. നീക്ക് ഈ കാശും മേടിച്ചിട്ട് കള്ളു മുഞ്ചാണ് പറയുന്നത് ഇല്ലയോ?
4 പേര് മതി കേട്ടോ. ഇത്രയും കൂടെ ഇട്ട് 30 രൂപ തിരിച്ചു കൊടുക്കണ്ടേ? സർവസ്തനായതാവേ തിരുമണങ്ങളിൽ ആമേൻ ആമേൻ. എല്ലാരും നിന്നേ, സെക്രട്ടറിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. എടാ, നമ്മുടെ ക്ലബ് ഒന്നായിട്ടെടുത്ത തീരുമാനമാണ് കരോളിനിറങ്ങുമ്പോൾ ആരും കൈലി കൊടുക്കില്ലെന്ന്. ഇവിടെ ചിലർ ഉടുത്തിട്ടുണ്ട്, ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. പക്ഷെ മുണ്ട് അതൊക്കെ, പക്ഷെ അതുപോലെ കയ്യിൽ. ഞാൻ ഇപ്പോഴും പറയുന്നില്ല ആരെ കുറിച്ചാ പറയുന്നത്. പക്ഷേ ഇനി മുതൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായ നടപടി ആസ് എ ക്ലബ് സെക്രട്ടറി എടുക്കേണ്ടതാണ്. എന്നാ നാളെ പോലെ ഞാൻ തുണിയില്ലാതെ വരാടാ. ഒരു സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഇത്രേ പറയുള്ളൂ. സെക്രട്ടറി ആണല്ലോ, സെക്രട്ടറിയിലും പോയിരിക്കണേ. ഈ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, ഭാരിച്ച പണിയാ. അതൊക്കെ ഈ ക്രാപ്പന്മാർക്ക് മനസ്സിലാവും. അടുത്ത അല്ലിയുടെ ലില്ലിയുടെ കൂടെ. പക്ഷെ ലില്ലി ബാംഗ്ലൂരല്ലേ, അല്ലി വീട്ടിലുണ്ടല്ലോ, അത് മതി. എനിക്ക് 2 സ്റ്റെപ്പ് ഉള്ള ഐറ്റം കൊണ്ട് ഇറക്കി തരണം. കിട്ടാനേ വാ. പടക്കം മേടിക്കാന്ന് പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കോടാ? എടാ പടക്കം കൊണ്ട് വാടാ. നാളെ പണിക്ക് പോലുമാ. സ്വർഗരാജ്യം സന്തോഷിച്ചു, മധുഗാനമാലപിച്ചു മാലാഖമാർ. സ്വർഗരാജ്യം സന്തോഷിച്ചു, മധുഗാനമാലപിച്ചു മാലാഖമാർ. എന്നുണ്ണി വാവാ, എന്നുണ്ണി വാവാ. എടുക്കാത്തവർക്കൊക്കെ എടുക്കാം, പക്ഷെ ഒറ്റ പീസ് മാത്രം. എന്നാ കേക്ക് വേണ്ട, ഒരെണ്ണമൊക്കെ എടുക്കാം. അല്ലേ വേണ്ട. എന്തായാലും ആലപ്പുഴയിൽ എത്തിയത് കുറുവ സംഘം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ഒപ്പം സന്തോഷ് സെൽവത്തെ സീസണാണ്. ആദ്യം റിപ്പർ, പിന്നെ ബ്ലാക്ക് മാൻ, ഇപ്പൊ കുറുവ സംഘം. അടുത്തോളം നമുക്ക് ഇറങ്ങിയാലും. പിള്ളേരെ സൂക്ഷിച്ചൊക്കെ പോണേ, കുറുവാ സംഘം ഇറങ്ങിയിട്ടുണ്ട്. കുറുവ സംഘം? എന്ത് കുറുവ സംഘം? കുറുവ സംഘം വന്നാൽ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നില്ലേ അല്ലേ സെക്രട്ടറി? അതെ അതെ. സമയത്തിലേ വീട് പടക്കം തീയടാ, പടക്കം വിളിക്കാൻ പോകും. ആ കിട്ടിയില്ലെങ്കിൽ വേണ്ട. നിനക്ക് കേക്ക് ചെയ്യാനുള്ള യോഗ്യതയില്ല, അതുകൊണ്ട് നിനക്ക് എന്താ എടാ. നിന്നോട് ഞാൻ ചോദിച്ചാണോ കേക്ക് വേണോ? ഞാൻ കൈ കൊണ്ടുവരുന്ന കണ്ട നീ അത് മാറ്റി. ഞാൻ കണ്ടില്ല. വേണ്ട വേണ്ട, ഞാൻ ഇല്ലാത്തവരൊന്നും ഞാനും ഇല്ല, എൻ്റെ റാന്തരില്ല. നീ ആ റാന്തരിക്ക് വന്നിട്ട് പിള്ളേരെ ഫ്ലാഷ് വേണോ? പിന്നെ ഒരു കേക്കിന്റെ പേര് ഇപ്പൊ റാന്തരി എനിക്ക് വേണ്ടത്. എനിക്ക് എന്റെ പിള്ളേരുണ്ടോ? ഉണരൂ ഉണരൂ സോദരരെ, ഉണരാനുള്ളൊരു സമയമിതാ. ഉണരൂ ഉണരൂ സോദരരെ, ഉണരാനുള്ളൊരു സമയമിതാ.
ഇവരെങ്ങനെ ഇവിടെ നേരത്തെ വന്നു? യേശുമാ യേലേ യേശുമാ ഹല്ലേലൂയ പാടാം യേശുമാ യേശുമാ യേലേ യേശുമാ ഹല്ലേലൂയ പിറന്നന്ന് തൊട്ട് ഞങ്ങൾക്ക് ആനന്ദം മാലാഖമാർ വന്നു നിന്നു ഒന്നു പാടി അവസാനം കാലം എത്ര മാറിപ്പോയി യേശു എന്നും എല്ലാരും പോവല്ലേ, ഞാൻ കേക്ക് എടുത്തിട്ട് വരാം. ഹല്ലേലൂയ. ഇതൊക്കെ എന്താ തുള്ളിയാല്? ആ പെണ്ണുങ്ങളും അവിടെ എല്ലാം പോയി തുള്ളാൻ നിനക്ക് പറ്റുമായിരുന്നല്ലോ. ഇപ്പൊ നിനക്ക് തുള്ളിയാല്? അവൻ പറഞ്ഞല്ലേ അവൻ ഫാദർ ആയിക്കോളാന്ന്. പിന്നെ നീ അങ്ങ് കയറി ഏറ്റല്ലേ? ഇപ്പൊ നിനക്ക് തുള്ളിയാല്? എന്താണ് നീ ഒന്നും മിണ്ടാത്തേ? ഒന്ന് ഉറങ്ങിപ്പോയോ? മിണ്ടാ മിണ്ടാ നീ വന്നേ. വന്നേ വന്നേ അനക്കും ഇല്ലാത്തേ. ഞെട്ടിക്കുന്ന വാർത്തയായിട്ടാണ് ഞാൻ നേരത്തെ മുക്കിൽ കുറുവാ സംഘത്തിന്റെ ഈ വട്ടം കുറുവാ സംഘം ക്രിസ്മസ് ഫാദറിന്റെ വേഷത്തിലാണ് വന്നിരിക്കുന്നത്. നമുക്കിത് വീട്ടമ്മയുടെ പക്കൽ പോകാം. വീട്ടമ്മ എന്താണ് പറയാനുള്ളത്? എങ്ങനെയായിരുന്നു ആ കവർച്ച നടന്നത്? എൻ്റെ ഒരു മക്കളെ ഉറങ്ങി കിടക്കുമ്പോഴായിരുന്നു ആ കഥ വന്ന് തട്ടിയത്. തുറന്നപ്പോഴേക്കും അവരെൻ്റെ തലക്കടിച്ചപ്പോഴേക്കും എൻ്റെ ബോധം പോയി. ഞാൻ മൂത്രമൊഴിക്കാൻ പോയി തക്കം നോക്കി നീ നീയൊക്കെ ഇനി അവരായിട്ട് ഉണ്ടാക്കിയാണ്. അമ്മേ പള്ള കത്തി. നാടിന്റെ അഭിമാനമാണ്. കുട്ടികൾ ഏത് രാത്രിയിലും നമ്മുടെ എല്ലാ കാര്യത്തിലും ഈ സമയത്ത് ഇറങ്ങിത്തിരിക്കുകയും നാടിനു വേണ്ടിയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികളെ നമ്മുടെ നാട്ടുകാരുടെ പേരിലും ഈ പഞ്ചായത്തിൻ്റെ പേരിലും ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു.